ധർമ്മസ്ഥല ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ താൻ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമെന്ന ലോറിയുടമ മനാഫ്. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തതിൽ തനിക്ക് പിശക് പറ്റിയെന്നും മനാഫ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. അതേസമയം മനാഫിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകൾ ഉണ്ടെന്ന സംശയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും അതിനാലാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ഭാരവാഹികൾക്കുമെതിരെ യൂട്യൂബിലടക്കം അവാസ്തവ കഥകൾ പ്രചരിപ്പിച്ചതെന്നാണ് മനാഫിന്റെ വാദം. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശക് പറ്റിയെന്നും മനാഫ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിലടക്കം കൃത്രിമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധർമ്മസ്ഥലയെ തകർക്കുന്ന തരത്തിൽ വ്യാജ തെളിവുകളും അവാസ്തവ കഥകളും പടച്ചത് താൻ തന്നെയാണെന്ന് മനാഫ് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയല്ല ആ തലയോട്ടി എടുത്തത്. അതാണ് അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാർ ചെയ്തൊരു വിഷയമാണ്. അതായത് ആ തലയോട്ടി എവിടുന്ന് കിട്ടി, ആര് കൊണ്ടു തടുത്തു, ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ശിരൂർ വരെ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ശിരൂരിൽ അപകടം ഉണ്ടാക്കിയ ഞാനാണെന്ന് പോലും ആ തരത്തിൽ വരെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി. സുജാത ഭട്ടിനെ 1-2 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ്. അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു നീതി മേടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ. അതേസമയം അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനാണ് മനാഫിന്റെ നീക്കമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മനാഫിന്റെ പിന്നിൽ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണം ഇത്തരം സംഘങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് മനാഫ് മാപ്പുസാക്ഷിയാകാൻ ശ്രമിക്കുന്നതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. മനാഫ് ഒറ്റയ്ക്കല്ല ഗൂഢാലോചന നടത്തിയതെന്നും പിന്നിൽ കൃത്യമായ പദ്ധതിയോടെ വലിയ സംഘമുണ്ടെന്നും സംശയിക്കുന്നു. അതേസമയം അന്വേഷണം ഇസ്ലാമിക സംഘടനകളിലേക്ക് നീങ്ങിയാൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇടപെട്ട് പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന ആശങ്കയും ചില കോണുകളിൽ നിന്നുയരുന്നു. ജനം, ഡൽഹി.